രാമേന്ദ്രൻ, മാറാട് വീണ്ടും തുറക്കപ്പെട്ടിരിക്കുന്നു. തുറന്നത് ബാലനാണ്. എന്തുകൊണ്ട് ബാലൻ തുറന്നു എന്ന ചോദ്യം വരുമ്പോഴാണ് മാറാട് സംഭവത്തിൽ പ്രധാന പ്രതി മുസ്ലിം ലീഗും അതേപോലെ തന്നെ അവരുടെ നേതാവ് ഷാജിയും അങ്ങനെ ഒത്തിരി ആളുകൾ ആ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു BJPയുടെ ചില നേതാക്കളും പെട്ടതായി പിന്നീട് വന്നിട്ടുണ്ട്. CPM എന്താണ് അതിൻ്റെ അകത്തുള്ള റോൾ? എന്ത് പരിക്കാണ് അവർക്കുള്ളത്? മറ്റൊരിടത്തും പരിക്കില്ലാത്തത് കൊണ്ടാണോ അവരത് തുറക്കുന്നത്? അത് നല്ല ചോദ്യമാണ്. 2002, 2003 കാലത്തെ ഈ മാറാട് കലാപത്തിൻ്റെ രേഖകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, കമ്മീഷൻ റിപ്പോർട്ട്, FIR ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കേസുകളിൽ 78 CPM CPI പ്രവർത്തകരും കൂടി ഉണ്ട് എന്നുള്ളത് കാണാം. കുറ്റപത്രത്തിലും ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 78 CPM CPI പ്രവർത്തകരുടെ ഒറ്റ ബ്ലോക്കായിട്ട് നമുക്ക് പേരുകൾ കിട്ടില്ല. കാരണം ഭിന്നമായ വ്യത്യസ്തമായ കേസുകളിൽ പല ആയിട്ടാണ് ഈ പേരുകൾ കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ബാലൻ പറഞ്ഞത് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തര വകുപ്പ് കൈയാളുക, പിന്നെയും നമുക്ക് പല മാറാടുകൾ കാണേണ്ടി വരും എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് പങ്കൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നലിലായിരിക്കുമല്ലോ പറയുന്നത്. അപ്പോൾ പക്ഷേ രേഖകൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് 78 കമ്മ്യൂണിസ്റ്റുകാരും മാറാട് കേസിൽ പല കേസുകളിലായിട്ട് പ്രതികളായിട്ട് കുറ്റപത്രത്തിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ കുറ്റപത്രത്തിൽ 78 CPM, കൂടുതലും CPM പ്രവർത്തകർ വന്നിട്ടുണ്ട്. മറ്റവരുടെ കണക്ക് ഞാൻ പറയാം. അപ്പോൾ തോമസ് P. ജോസഫ് കമ്മീഷനെ വെച്ചിരുന്നല്ലോ. തോമസ് ജോസഫ് കമ്മീഷൻ റിപ്പോർട്ടിലും കലക്ടറെ ഉദ്ധരിച്ചിട്ട് ഈ കാര്യം കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ മൊഴി എന്ന് പറഞ്ഞിട്ട്. ആ കാലത്ത് അവിടെ ജില്ലാ കളക്ടറായിരുന്നു TO സൂരജ് ആണെന്ന് അറിഞ്ഞുകൂടെ? TO സൂരജ് മുസ്ലിമാണ്, സൂരജ് എന്നാണ് പേര്. എങ്കിലും കേസിലൊക്കെ പെട്ടുപോയില്ലേ പിന്നീട്. അപ്പോൾ RSS, BJPക്കാർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാർ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രതികൾ, കമ്മ്യൂണിസ്റ്റുകാരല്ല എന്നുള്ളതും പച്ചപരമാർത്ഥമാണ്. ഇത് പ്രത്യേക കോടതിയാണ് മാറാട് കേസുകൾ വിചാരണ ചെയ്തത്. 2003 മെയ്യിലാണ് അവിടെ കൂട്ടക്കൊല നടന്നത്. 63 പേര് ശിക്ഷിക്കപ്പെട്ടു, 76 പേരെ വിട്ടയച്ചു, വെറുതെ വിട്ടു. അപ്പോൾ ഇതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോഴും ഒക്കെ ഇതിൻ്റെ കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. കാരണം 2024 ഒക്ടോബറിൽ ഹൈക്കോടതി 8 മുസ്ലിം ലീഗുകാരെ ഒരു കേസിൽ ശിക്ഷിച്ചു. അത് 2015 ഒരു കൊലക്കേസിലാണ്. കാരണം മാറാടുമായി ബന്ധപ്പെട്ട് 2015 ഒരു കൊലക്കേസ് നടക്കുന്നു. കാരണം അതിൽ കൊല്ലപ്പെട്ടത് CPM പ്രവർത്തകൻ ഷിബിൻ ആണ്. CPM പ്രവർത്തകനായ ഷിബിനെ മുസ്ലിം ലീഗുകാർ കൊന്ന കേസ് 2024 ഒക്ടോബറിലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ CPM പിന്നെയും വന്നിട്ടുണ്ടേ അതുമായി ബന്ധപ്പെട്ട ഒരു കേസ്. 2003 8 ധീവരരെ, മുക്കുവരെ കൊന്നതാണ്, ഇസ്ലാമിക തീവ്രവാദികൾ കൊന്നതാണ് ഈ മാറാട് കൂട്ടക്കൊല എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ IUML-ന് നേരിട്ട് പങ്കുണ്ട് എന്ന്, മുസ്ലിം ലീഗിന് നേരിട്ട് പങ്കുണ്ട് എന്ന് കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. ഒരു ഇസ്ലാമിക തീവ്രവാദി എന്ന് പറയുന്നതാണ് അതിലെ ഒരു NDF-കാരൻ ഉള്ളത്. വിദേശ കൈകൾ ഒന്നും ഇതിൻ്റെ അകത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബോംബ് എറിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ബോംബ് എറിഞ്ഞത് ഈ ഒരുപാട് പേരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ 8 പേരിൽ കൂടുതൽ, ചിലപ്പോൾ അത് 80 ഒക്കെ ആയേനെ, പക്ഷേ ഈ ബോംബുകൾ പൊട്ടിയില്ല എന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. 2009 62 മുസ്ലിങ്ങളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഈ കൂട്ടക്കൊലയിൽ 62 പേരെ ശിക്ഷിച്ചു. ഈ കൂട്ടക്കൊലയ്ക്ക് മുമ്പ് 2003 ഈ 8 പേരെ കൊല്ലുന്നതിന് മുമ്പ് 2002 5 മരണം മാറാട് നടന്നിരുന്നു. 3 ഹിന്ദുക്കൾ, 2 മുസ്ലിങ്ങൾ. അത് ഒരു പബ്ലിക് ടാപ്പിൽ കുടിനീര് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ആണ്
അന്ന് കൊലയിൽ കലാശിച്ചത്. അതായത് കുടിവെള്ള തർക്കം മാത്രമാണത് ശരിക്കും അന്നത്തത്, ആദ്യത്തത്. 393 പേരെ അന്ന് അറസ്റ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് 60 പേര് മുസ്ലിം ലീഗുകാരായിരുന്നു, ജീവപര്യന്തവും ഒക്കെ വിധിച്ചു. ഈ 393 അറസ്റ്റുകളിലാണ് 78 പേര് CPM CPI പ്രവർത്തകർ എന്ന് പറയുന്നത്. 2002 ജനുവരി 3-4 തീയതികളിലായിരുന്നു ഈ മാറാട് ബീച്ചിലെ ആക്രമണം ആദ്യത്തത്. അതിലെ 393 അറസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, അതിൽ 213 പേര് BJP RSS പ്രവർത്തകരാണ്. 86 പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരാണ്. 78 പേര് CPM CPI പ്രവർത്തകരാണ്. ഒരു INL പ്രവർത്തകൻ, ഒരു NDF പ്രവർത്തകൻ. ഇതാണ് ഉണ്ടായത്. പക്ഷെ ഞാനീ പറഞ്ഞില്ലേ, CPM CPI പ്രവർത്തകർ വന്ന് അറസ്റ്റിലായിട്ടുണ്ട്. മാറാടിൽ അവരെ മാറ്റി നിർത്താൻ AK ബാലനോ പിണറായി വിജയനോ ഗോവിന്ദനോ വിചാരിച്ചാൽ കഴിയില്ല. ഞങ്ങള് വന്നു കഴിഞ്ഞാൽ മാറാടുണ്ടാവില്ല എന്നൊക്കെയുള്ള ഈ പറച്ചിലുണ്ടല്ലോ, വാചാടോപം, അതൊക്കെ വെറുതെയാ. അപ്പോൾ 2003 മെയ് 2-ാം തീയതി വൈകിട്ട് 8 ഹിന്ദുക്കളെ അവർ മീൻ പിടിച്ച ശേഷം വിശ്രമിക്കുന്ന സമയത്താണ് കൊല ചെയ്യുന്നത്. മുഹമ്മദ് അസ്കർ എന്ന് പറഞ്ഞ അക്രമി, ഈ മുസ്ലിം കൂട്ടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഹിന്ദുക്കളല്ല കൊന്നെ, സ്വന്തം ആൾക്കാർ തന്നെയാണ് കൊന്നത്. അബദ്ധത്തിൽ കൂട്ടത്തിലും ഒരാൾ കൊല്ലപ്പെട്ടു. മുസ്ലിങ്ങൾ തന്നെ മുസ്ലിമെ കൊന്നു എന്നുള്ളതാണ് ആദ്യത്തെ. മുഹമ്മദ് അസ്കറിന്റെ കാര്യം. മുസ്ലിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു മോസ്കിൽ പോയി ഒളിച്ചു. ആ മോസ്ക് വളഞ്ഞിട്ട് മുസ്ലിം സ്ത്രീകൾ സംരക്ഷിച്ചു ഈ അക്രമികളെ. അപ്പോൾ IG അന്നത്തെ മഹേഷ് കുമാർ സിംഗ്ലയുടെ റിപ്പോർട്ടിൽ പറഞ്ഞത് ഈ മൊത്തത്തിൽ ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം NDF-നാണ് എന്നുള്ളതാണ്. അപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ IG ആയിരുന്നു അദ്ദേഹം, സിംഗ്ല. 17 ബോംബ് എറിഞ്ഞിരുന്നു. 10 മിനിറ്റായിരുന്നു ആക്ഷൻ മാറാടിൽ. അപ്പോൾ UDF സർക്കാർ പിന്നീട് തോമസ് P ജോസഫിനെ, ആന്റണിയുടെ കാലത്താണല്ലോ അത് നടക്കുന്നത്, ആന്റണി പ്രത്യേക ഓഫീസറായിട്ട് അങ്ങോട്ട് അയച്ചത് KK വിജയകുമാറിനെയാണ്, IAS. KK വിജയകുമാർ പലപ്പോഴും എന്നോട് ഈ മാറാട് കേസ് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ തോമസ് P ജോസഫ് 2006 ഫെബ്രുവരിയിൽ റിപ്പോർട്ട് കൊടുത്തു. LDF 2006 സെപ്റ്റംബറിൽ സർക്കാർ മേശപ്പുറത്ത് വെച്ചു ഈ റിപ്പോർട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് FM എന്ന് പറഞ്ഞൊരാളെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഈ മാറാട് കൂട്ടക്കൊല ഫണ്ട് ചെയ്ത ആളാണ്. FM എന്ന് പറഞ്ഞാൽ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് ഫുൾ ഫോം എടുക്കാം, പക്ഷെ അത് ധനമന്ത്രിയെ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. അത് ഹിലാൽ മുഹമ്മദ് എന്ന് പറഞ്ഞൊരാളെ പറ്റിയിട്ടാണ് ഈ ഹിലാൽ മുഹമ്മദ് എന്ന് പറഞ്ഞൊരാളെ പറ്റിയാണ് ഈ FM ഫണ്ട് ചെയ്ത. ഈ സംഭവത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അയാള് ഈ മുസ്ലിം ലീഗുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. അയാൾ കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രമാക്കി കള്ളക്കടത്ത് നടത്തിയിരുന്ന കിങ് പിൻ, അതിൻ്റെ കള്ളക്കടത്ത് നേതാവ് ആണ് ഹിലാൽ മുഹമ്മദ്. പക്ഷേ ഇതിൻ്റെ തമാശ എന്താന്ന് വെച്ചാൽ, അയാൾക്കെതിരായ ആരോപണങ്ങളെപ്പറ്റി അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അയാൾ തന്നെ ഒരു പരാതി പിന്നീട് കൊണ്ടുപോയി കൊടുത്തു. അയാളുടെ ജീവന് ഭീഷണിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പരാതി. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രധാന പ്രതികൾ ലീഗിൻ്റെ നേതാക്കളായ PP മൊയ്തീൻ കോയ, മായിൻ ഹാജി. ഈ മായിൻ ഹാജി അന്ന് കോഴിക്കോട് വികസന അതോറിറ്റി ചെയർമാനായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേസിൽ പിണറായി വിജയൻ ഓർക്കണം, AK ബാലനും ഓർക്കണം. 78 CPM CPI പ്രവർത്തകരും അറസ്റ്റ് ചെയ്യപ്പെട്ടവരിലുണ്ട്. അവർ പക്ഷേ അതിൻ്റെ അകത്ത് ഈ പാർട്ടിക്ക് തീർച്ചയായിട്ടും കാര്യമായി പരിക്കില്ലാത്തൊരു പൊസിഷൻ ഉള്ളത് കൊണ്ടാണ് ഈ സാധനം അവതരിപ്പിക്കുന്നത്. കാരണം ഇതിൻ്റെ പ്രധാന ഓപ്പറേറ്റേഴ്സും അതേപോലെ തന്നെ കൊലപാതകങ്ങളും മുസ്ലിം ലീഗുകാരാണ്. അതേപോലെ വലിയ ശിക്ഷയൊന്നും കിട്ടിയിട്ടില്ല. ഇവർ അന്ന് അവിടെ ഉണ്ടായ തല്ലുപിടുത്തത്തിൽ അവർ പ്രതികളായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ആസൂത്രിതമായി നടത്തിയ കൊലപാതകത്തിൽ പ്രധാന പ്രതി മുസ്ലിം ലീഗും അതിൻ്റെ നേതാക്കളാണ്. ആ ഒരു ധൈര്യത്തിലാണ് തീർച്ചയായിട്ടും ബാലന് തുറന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC
ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.